എൻ്റെ പോലെ ഫ്രീ റൈഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ആക്ച്വലി ഇന്ന് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്കല ക്ലിഫിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. 2 3 4 അങ്ങനെ ഫൈനലി കുറച്ചധികം നേരമായിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ച് പറഞ്ഞത്. കുറച്ച് കല്ല് പിരിച്ച കുറച്ച് പാതകളാണ് ഉള്ളതേട്ടാ. സോ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അമ്മേ അവിടെ സ്റ്റെപ്പില്ലേ? ഓ ഇവിടെ സ്റ്റെപ്പില്ല കേട്ടോ ദേവി. സോ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് വെള്ളമാണല്ലോ. ഓ അതിൻ്റെ മേലെ നമ്മൾ വന്നേട്ടോ. അതിൻ്റെ മേലെ നിന്ന് വന്നേ. നമുക്ക് ഇതിൽ കൂടെ ചാടി നിൽക്ക്. സൈക്കിൾ വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല. ഷൂ പക്ഷേ വെള്ളം നനഞ്ഞാൽ പണിയാ. ഓക്കെ ഓക്കെ സെറ്റ് വെച്ച്. സോ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. സെറ്റല്ലേ? സെറ്റ്. ഇനി ബീച്ചിൽ കൂടെ റൈഡ് ചെയ്യാട്ടോ. എൻ്റെ മോനെ പൊളിച്ച് ഫീല് സംഭവം കേട്ടോ. ഫീല് സംഭവം. ഓ ഭയങ്കര കട്ടിയുള്ള ഇതാണ് വരുന്നത് കേട്ടോ. ഭയങ്കര കട്ടിയാ. കടലിലേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാ. എൻ്റെ മോനെ ഇവിടെ എത്രയാണ് നമ്മുടെ ബീച്ചിലേക്കുള്ള ഇതൊക്കെ ചോദിച്ചു നോക്കണം കേട്ടോ. നമ്മുടെ ബീച്ച് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. യോ ബോയ്, ഓ മൈ ഗോഡ്. എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് സീനാണ് കേട്ടോ. ഇതാണ് സർഫിങ്ങിൻ്റെ ഇത്. സർഫിങ്ങിന് പറ്റിയിട്ടുള്ള ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബീച്ചിൽ ഇങ്ങനെ റൈഡ് ചെയ്യണേ. നൈസ്. ഇവരെന്താ അളവെടുക്കണോ? ബീച്ച് അളവെടുക്കുക. താങ്ക് യു. ആ അതാണ് ഫ്ലോട്ടിങ് ഇത് വരണേ കേട്ടോ. ഫ്ലോട്ടിങ് ബ്രിഡ്ജ്. ഒരു പാലം വന്നു എന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ഫ്ലോട്ടിങ്ങിൻ്റെ. ബീച്ച് ആക്ടിവിറ്റിക്ക് എത്ര രൂപ ചെയ്യണം? ഗോവയിൽ ഒരാൾക്ക് 1800 രൂപയാണ് കേട്ടോ. ഗോവയിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചതാ ഇതൊക്കെ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന്. ഭാഗ്യവശാൽ ഇവിടെ വർക്കലയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചോദിച്ചു നോക്കാം ബീച്ച് ആക്ടിവിറ്റീസ് എങ്ങനെയാന്ന്. ഗൈസ് എനിക്കറിയാൻ പറ്റില്ല എന്ന്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ സൈക്കിൾ പോയി കഴിഞ്ഞാൽ പക്ക ഒരു പമ്പ് ട്രാക്കില്ലേ, പക്ക വേവിനനുസരിച്ചൊരു പമ്പ് ട്രാക്കായിട്ട് മാറും കേട്ടോ. അടിപൊളിയാണത് പമ്പ് ട്രാക്കായിട്ട് മാറുമ്പോൾ. കൊണ്ടുപോയില്ല, സൈക്കിൾ തന്നെ ഓടിക്കണം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ. എൻ്റെ അമ്മേ ഫുള്ള് മണലായിട്ടാ. ഹെവി മണലായി, ഹെവിയായി. എൻ്റെ മോനെ ഈ ക്ലിഫിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങി പോകുന്നത്. നിങ്ങൾക്ക് ആ ക്ലിഫ് കാണാണ്ട? ഓ ഈ വലിയ ക്ലിഫിൽ നിന്നായിരുന്നു ആ തുമ്പത്തിയോടെ നമ്മൾ ഓടിക്കണ്ടായിരുന്നത്. നമുക്ക് ബീച്ച് ആക്ടിവിറ്റീസ് ചോദിച്ചു നോക്കാം. പൊളിക്കൂട്ടത് ATV സ്റ്റോം 570 ഓടിക്കാൻ സോളായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ പൊളിച്ച്. ഓ DTPCയുടെ ആളും ഒപ്പം വരുമോ? മോനെ അത് പൊളിച്ചു കിട്ടാ. അത് പറ്റാനായി ട്രൈ ചെയ്ത് നോക്കണം. ചോദിച്ചോട്ടെ ഇവിടെ എവിടെ ചോദിക്കണ്ടേന്നാണ് അറിയാത്തത്. നോക്കട്ടെ. വർക്കല വേറെ സീനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ആകെ മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു
കഴിഞ്ഞ മാർച്ചിലാണ് ഓൾ കേരള ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അത്ഭുതപ്പെട്ട് പോയി. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട്. അവിടെ ബീച്ച് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് കേട്ടോ. ചോദിച്ചോട്ടെ, ബീച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ എങ്ങനെ ചാർജ് ഓക്കെ. ഓ ഇതാണ് പ്രൈസ് ലിസ്റ്റ് അല്ല, പ്രൈസ് ലിസ്റ്റ്. ഫ്ലോട്ടിംഗ് ജെട്ടി ഒന്നും വേണ്ട. ATV 250 രൂപ, സ്പീഡ് ബോട്ട് 400, ബനാന റൈഡ് ഒന്ന് കൂട്ടി നോക്കട്ടെ കേട്ടോ ഗൈസ്. 7 ഇതുണ്ട് കേട്ടോ, അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ 7 എണ്ണം ഉണ്ട്. അതിന് 2220 രൂപ കേട്ടോ ഫുള്ള് ചെയ്യണമെങ്കിൽ. ഞാൻ 5 ആക്ടിവിറ്റീസ് ഞാൻ കൊടുത്തത് ഗോവയിൽ 1800 രൂപയ്ക്കാണ് കേട്ടോ. 1800 രൂപയാണ് അവരുടെ ഇത് വാങ്ങിയത്. അത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാനും പറ്റിയില്ല, കാശ് കുറേ വാങ്ങിയെന്നുള്ളൊരു ഇതും തോന്നി എനിക്ക്. ഇത് 2220 രൂപ, ഇത് ഫുള്ള് കിട്ടും. സംഭവം കൊള്ളാം കേട്ടോ. എന്തായാലും ഇതാ ലാഭം തോന്നുന്നുണ്ട് എനിക്ക്. മറ്റേത് 5 എണ്ണം ഭയങ്കര ബാർഗെയിനിങ് ഒന്നും ലൈക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര മനസ്സിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേരളത്തിൽ ഇവിടെ എവിടെയെങ്കിലും നല്ലത് വന്നിരുന്നെങ്കിൽ അടിപൊളിയായെന്ന് തോന്നി. സോ ഹിയർ ഇറ്റ് ഈസ്. പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളാണ് കേട്ടോ ഇതുള്ളത് പൊളിച്ച്. സോ നമ്മുടെ ബൈക്ക് കൂടി ഇരിക്കട്ടെ ബ്രോ, ലുക്ക് അറ്റ് ദ ബൈക്ക് റൈറ്റ്. ബൈക്ക് കൂടി ഇരിക്കട്ടെ, ബൈക്ക് കൂടി ഇരിക്കുന്നുണ്ട്. നമുക്കവിടെ ATV പോയിട്ട് അതൊന്ന് റൈഡ് ചെയ്യാം കേട്ടോ. അതൊരു 1.5 ഹൈറ്റ് ആയിരിക്കും. എനിക്ക് ഗോവയിൽ പോയിട്ട് ജെറ്റ് സ്കി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് പറ്റിയില്ല. ഇത് നമുക്ക് നോക്കി നോക്കട്ടെ. ബ്രോ എത്ര സ്പീഡിൽ പോവും? ഏതാ? ഓക്കെ. സോ നമ്മൾ കയറ്റാൻ പോയത് എത്ര CC ആണെന്ന് പറഞ്ഞത്? 570. 570 500 CCയുടെ ആണ് കേട്ടോ ഇത് വരണത്. സോ ഇങ്ങനെ ഇതിൻ്റെ ഓ നൈസ് ഗൈസ്. ഇത് പോണായി ആ പൊളാരിസിൻ്റെ നല്ലോണം കേട്ട് പരിചയമുണ്ടല്ലോ. വലിയ ബ്രാൻഡാണ് നമ്മുടെ പൊളാരിസിൻ്റെ. എവിടെ നല്ല കേട്ട് പരിചയമുള്ളൂ. ഇത് ബ്രേക്ക് ഓക്കെ. ആ ഈ ചെറുത് ബാക്ക് വീലിൻ്റെ ബ്രേക്ക്, ഇത് ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക്. ഇത് ബ്രേക്ക് പിടിച്ചിട്ട് ഓൺ ചെയ്യട്ടെ. ഓ ബ്രേക്ക് വിടാം. ഇനി ആക്സിലേറ്റർ ഇനി ബാലൻസിങ് ഉള്ളു. ബാക്ക് ബ്രേക്ക് ഇതാണല്ലേ? ഓ അത് ആക്സിലേറ്റർ. ഓക്കെ, നമ്മുടെ ജെറ്റ് സ്കി ഓടിക്കണ പോലെ. ഓ ജെറ്റ് സ്കി ഓടിക്കണ പോലെ നമ്മൾ ജെറ്റ് സ്കി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഗിയർ ഉണ്ട് അതിന്? പാർക്കിംഗ് ഹൈ, ലോ, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കിംഗ്. ഇപ്പൊ പാർക്കിങ്ങിൽ എടുക്കണേ. ബ്രേക്ക് പിടിച്ചിട്ടാണോ ഇത് ഇടണ്ടേ? ഒന്നും വേണ്ട, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണതിനനുസരിച്ചിട്ട് മാറും. ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ ഗിയറിൽ ഇപ്പോൾ ലോയിൽ ഇട്ടിരിക്കുക. അതുതന്നെ നമ്മൾ പോകുന്ന സ്പീഡിൽ മതിയാവും. തേരിയൊക്കെ ഇല്ലേ, തേരി നല്ല ഹൈറ്റൊക്കെ ഉള്ള തേരിക്കാണ് ഹൈയിലിട്ട 4x4 മണലും ഹൈറ്റും ഇതിലേക്കൊക്കെ അല്ലേ. ഇപ്പൊ ലോയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കേണ്ട ഇതിൽ പോവും. ഓക്കെ ബ്രോ ശരിക്കും മറ്റോണായിരുന്നു മര്യാദയ്ക്കൊന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാ. ശരിക്കിരുന്നോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കംഫർട്ട് അല്ലേ? ഓക്കെ. ഇനി ബ്രേക്ക് ഇത് മാത്രം നോക്കിയാൽ പോരെ? ബ്രേക്ക് പിടിക്കണ്ട, ആക്സിലേറ്റർ. ഇതൊക്കെ എന്ത് കേട്ടോ? ഇതൊക്കെ എന്താ സംഭവം? ഇത് ഇൻഡിക്കേറ്റർ. എമർജൻസി ഇൻഡിക്കേറ്റർ. ഡിം ലൈറ്റ് നമ്മുടെ ബൈക്കിന്റെ ഒക്കെ പോലെ അല്ലേ? ഇൻഡിക്കേറ്ററിന്റെ സംഭവങ്ങൾ, ഹോണ് ആ സംഭവങ്ങളും ഇതൊക്കെ അല്ലേ? ഓക്കെ. ബ്രോ ഇരുന്നില്ലേ? ഓക്കെ. ഓ ഓനെ സീൻ ഗൈസ്. ഇങ്ങനെ എണീറ്റ് നിന്നാ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ. എന്താ പോലെ ഇത് വർത്താനട്ടാ. സീൻ ബ്രോ, ഇത് ഹൈയിലിട്ടിട്ടൊന്ന് ഓടിക്കാൻ പറ്റുമോ? ബ്രേക്ക് പിടി.
ഓക്കെ, ഇപ്പൊ നമ്മളിത് ഹൈയിലേക്ക് ഇട്ടു കേട്ടോ, ഹൈ ഗിയറിലേക്ക് ഇട്ടു. ഇപ്പൊ 4ന്റെ വീല് ഇതിന് മാറ്റണം അല്ലേ? 4ന്റെ വീലിന് ഓക്കെ 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 ഓക്കെ. എവിടെയാ മനസ്സിലായില്ല. ഓൾ വീൽ ഡ്രൈവ്, AWD ഓൾ വീൽ ഡ്രൈവ്. ഇനി നമ്മൾ ആക്സിലേറ്റർ പയ്യെ കൊടുത്താൽ മതി അല്ലേ? ഇനി ആക്സിലേറ്റർ പയ്യെ കൊടുത്താൽ മതി. അവരെന്തോ അളവും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കണ്ട. സെറ്റ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ വർക്കല സീനാണ് ഗൈസ്. ഇപ്പോൾ പോട്ടെ നോക്കട്ടെ, പോട്ടെ ചൂടേക്കോ. സോ ഇപ്പൊ നമ്മള് 4x4 ഇതിലാണ് കേട്ടോ പോണേ. അവിടെ പോയിട്ട് വളയ്ക്കണല്ലേ, എല്ലാം ഒളിച്ചുട്ടാ. ഇത് ആരെങ്കിലും വരണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടാ, വെറുതാണ് സംഭവം. ഒരിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ. വെയിൽ അവിടെ നിന്നാ. പൊളിച്ച് എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി സംഭവമായിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഗോവയിൽ പോയിട്ട് ദൈവമേ, ആരെങ്കിലും ഏതെങ്കിലും പ്രൈവറ്റോ പബ്ലിക് ആരെങ്കിലൊക്കെ ഈ സാധനം ബീച്ചിൽ ഇങ്ങനെ വാങ്ങിയിട്ട് ഈ സാധനം കൊണ്ടുവന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. അടിപൊളി സംഭവമായിരുന്നു. താങ്ക്സ് ബ്രോ. പേര് ജോൺ ആളായിരുന്നു അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വെർത്താണ്, അതാണ് മെയിനായിട്ട്. അവിടെ പോയിട്ട് ഗോവയിൽ പോയിട്ട് ഫുള്ള് ഡ്രൈവായിരുന്നു അവന്മാർ. ഇത് വെർത്താണ്. 250 രൂപ ആ സാധനം. അത്യാവശ്യം സ്പീഡും പോകുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തോട്ടം വരുമ്പോൾ ഓടിക്കണം. കുറച്ച് അത്യാവശ്യം 1/2 കിലോമീറ്ററോളം അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. വന്ന് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് സീൻ ഗൈസ്. വെർത്ത് സാധനം. ഇത് നോക്കിയാൽ മതി, ആ ലിസ്റ്റ് ഞാൻ കാട്ടില്ല അത്. സോ അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ആ വഴിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയത്. ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡ് കവർ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. ലെഫ്റ്റ് സൈഡിലും കുറച്ച് ഇതുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അർബൻ ഫ്രീ റൈഡും. ഇനി നിങ്ങളോടാണ് പറയുന്നത്, ഇത് മിസ് ചെയ്തിരിക്കട്ടെ. നിങ്ങൾ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി. ഞാൻ എൻ്റെ പാരൻസിന് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഒരു 100 വട്ടം പറഞ്ഞതാണ്, വായോ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവർ ജോലി വീട് ഇത് തന്നെയാണ് കേട്ടോ. അവർക്ക് അവരുടേതായ പ്രയോറിറ്റീസ് വന്നാലും പാരൻസിനെയും എല്ലാവരെയും കൊണ്ട് വരാം. ഇവിടെ ചീപ്പായിട്ട് റൂം കിട്ടും. ഞാൻ താമസിച്ചിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. 580 രൂപയ്ക്ക് AC ഡോർമെറ്ററി ആണ്. ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വരാം ഗൈസ്. 1 ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഓരെ പൊളിച്ച് അത് പൊളിച്ച് ഇവിടേക്ക് ഞാൻ പണ്ട് വന്നതാ. ഇവിടെ ഒരു വഴി കേട്ടോ. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏതോ റിസോർട്ടിൻ്റെ ഒരു വഴിയാണ് കേട്ടോ. ചേട്ടാ ലെഫ്റ്റ് വഴി. അവരെല്ലാരും പേടിച്ചു. സീൻ വൈസ് പൊളിച്ച് ചോദിച്ചോട്ടേട്ടാ. ഞെട്ടിയാ? സോറി ചേട്ടാ. വല്ലതും തന്നിട്ട് പോവാൻ. മിടുക്കന്മാരാ. സോ റെസ്പെക്ട് അതേഴ്സ്. ഫോറിനേഴ്സ് ഉണ്ടാവും, സേഫാണോ നോക്കുക. ഞാൻ ചെയ്യണത് കുറച്ച് ഇതാണ് എനിക്കറിയാം, പക്ഷേ പാർട്ട് ഓഫ് മൈ സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. എല്ലായിടത്തും ചെയ്യണതാണ് ആൾക്കാർ. ഞാൻ ഇന്നലെ ഭയങ്കര ഇതായിരുന്നു, നമ്മളത് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഇന്നാണ് നമ്മളെല്ലാം ഒഴിഞ്ഞപ്പോൾ ചെയ്തത്. അവരവരുടെ സൈഡിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൈഡിലിരിക്കുന്നുണ്ടായിരുന്നു. സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഓടിച്ച് വന്നതാണ്. സോ
വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും ഇതൊന്നും ഷെയർ ചെയ്യാനില്ല ഗൈസ്. മനസ്സ് നിറച്ച് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, വെറുത്തായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചീപ്പും ആയിരുന്നു ഈ ഒരു ട്രിപ്പ്. ബാക്കിയെല്ലാം എല്ലാവരും ഊറ്റിയെടുത്തിട്ട് പറ്റിച്ചിട്ടുള്ളൂ കേട്ടോ. ഗൈസ് അടിപൊളിയായിരുന്നു. ഗോവേനക്കാട്ട് എന്തുകൊണ്ട് വെറുത്താണ്, മൈ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഗോവേനക്കാട്ട് എന്തായാലും വെറുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇൻ കേസ് നിങ്ങൾ ബീച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ ക്ലിയർ വീഡിയോ. അടുത്തൊരു കിടലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ എല്ലാവരും കൂടി ബൈ.